ഹലോ, ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത് സ്റ്റുഡൻസിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരുപാട് പാരൻസ് എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഒരുപാട് പാരൻസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികളെ നിങ്ങൾക്കും കേൾക്കാം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കേൾപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ വീഡിയോയുടെ എൻഡിലെത്തുമ്പോഴേക്കും നിങ്ങൾ കേൾപ്പിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആസ്പിറൻസ് ജെ നീറ്റ് അല്ലെങ്കിൽ അത്തരം പരീക്ഷകളുടെ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസിനോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, 10 കാര്യങ്ങൾ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള 10 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പാരൻസ് വരുത്താവുന്ന ഫസ്റ്റ് മിസ്റ്റേക്സ്. നമുക്കറിയാം, പാരൻസ് എന്നുള്ളത് കുട്ടികളുടെ ഏറ്റവും വലിയ വെൽവിഷേഴ്സാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ ഭാവി നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, അവർ നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അവർ ഏറ്റവും നല്ല പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ആരുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കും വേണം. നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സോ, അതായത് കുട്ടികളുടെ അമ്മമാരോ അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റൻറ്റ് കസിൻസോ അവരുടെ ഓൺസ് ഓർ അങ്കിൾസോ, അതല്ല എന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്ന കോച്ചിങ് സെൻറ്റേഴ്സോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരൊന്നും, അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുട്ടികളോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടി നന്നാവണം അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന മറ്റാരും ഇല്ല എന്നുള്ളത് നിർബന്ധമായിട്ട് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, പക്ഷേ പലപ്പോഴും നമ്മുടെ ആ വെൽവിഷിങ് എന്നുള്ളത് ഒരു റോങ് സൈഡിലായി പോകാൻ വളരെ വലിയ സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, വാട്ട് ദേ നീഡ് ഫ്രം യു ഇസ് റൈറ്റ് സപ്പോർട്ട്. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഉണ്ടാവേണ്ടത്. കാരണം ഈ ഒരു ജേണി എന്നുള്ളത്, എസ്പെഷ്യലി ജെഇ നീറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള CUT UPSC അത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതാവട്ടെ, അതെല്ലാം വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരുപാട് കുട്ടികൾ എഴുതുന്ന പരീക്ഷകളാണ്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടി കറൻലി എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ആ പരീക്ഷയിൽ അവരുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് നാളെ മുതൽ നമ്മുടെ കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ നീറ്റ് എഴുതാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാണ്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് മാത്രം അവന് ചിലപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യപ്പെടുക, അവൻ്റെ പിൽക്കാലത്ത് അവൻ എന്ത് ചെയ്തു എന്നുള്ളത് ഫാക്ടറായി വരുന്ന ഒരു പരീക്ഷയാണ്, അല്ലേ? 2 കുട്ടികൾ, ഒരു കുട്ടി ഈ ലെവലിലുള്ളത്, അടുത്ത കുട്ടി കുറച്ച് മേലെ ലെവലിലുള്ളത്, 2 കൂട്ടം ആളുകൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരേ ലെവലല്ല ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇപ്പോൾ ഉള്ള അവരുടെ സ്ഥിതി വെച്ച് മാത്രം വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങളടക്കം അവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളടക്കം കാരണക്കാരാണ്. നിങ്ങൾ അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി കൊടുത്തു, നിങ്ങളൊരു 10th ക്ലാസ്സിനോ അല്ലെങ്കിൽ 8th ക്ലാസ്സിനോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിനോ അവർക്ക് എത്രത്തോളം അവരുടെ സ്കൂളിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു, അവർക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കുന്നിടത്ത് നിങ്ങൾ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതൊക്കെ ഫാക്ടറാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് നമ്മൾ വളരെ ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് അവർക്ക് ഗൈഡുകൾ മേടിച്ചു കൊടുക്കുന്നത്, അവരെ ഇഷ്ടപ്പെട്ട സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാമായി അതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്, അല്ലെങ്കിൽ അത് മാത്രമാണ് സപ്പോർട്ട് എന്നുള്ളത് വിചാരിക്കരുത്. ഈ ജേണിയിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായും അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റേക്സ് ജനറലി ക്രീപ്പിൻ ചെയ്യുക. ഈ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ നെഗറ്റീവ് കമൻസ് ഒരുപാട് വരും. ഈ നെഗറ്റീവ് കമൻസ് എന്നുള്ളത് പലപ്പോഴും പല ആളുകളിൽ നിന്ന് വരാം. നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയും, എത്ര പണം ചിലവാക്കിയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു എൻട്രൻസിന് പഠിക്കുന്നൊരു കുട്ടിയോട് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയോട് പറയും, നിന്നെ എത്ര രൂപ കൊടുത്താൽ പഠിപ്പിക്കുന്നത് എനിക്ക് അറിയാമോ. അവർ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ അവനൊക്കെ എന്ത് ഉഷാറായിട്ടാണ് പഠിക്കുന്നത്, അവൻ്റെയൊക്കെ മാർക്ക് നോക്ക്, നീ നിൻ്റെ മാർക്ക് എവിടെ എത്തുന്നു നിൽക്കും നോക്കൂ എന്നൊക്കെ പറയും. നമ്മൾ എന്താണ് ഒരു റിപ്പീറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം എക്സാംസിന് വേണ്ടിയിട്ടോ കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ വി ഷുഡ് എക്സ്പെക്ട് ദ വേഴ്സ്റ്റ് തിങ്. ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നമ്മളൊരിക്കലും 10th ക്ലാസ്സിൽ A+ കിട്ടുന്ന പോലെ കിട്ടുന്ന ഒരു സംഭവമല്ല ഒരു ജെയിലൊരു റാങ്ക് എന്നുള്ളത് അല്ലെങ്കിൽ നീറ്റിലൊരു റാങ്ക് എന്നുള്ളത്. അവിടെ ഏറ്റവും മോശമായ കാര്യം തന്നെ നമ്മൾ പലപ്പോഴും എക്സ്പെക്ട് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക. കാരണം ജെയിക്കോ നീറ്റിനോ ഒരു 90 മാർക്ക് കിട്ടിയാൽ അവൻ A+ കിട്ടും, 91 കിട്ടിയാലും A+ കിട്ടും, 92 കിട്ടിയാൽ A+ കിട്ടും, 100 കിട്ടിയാലും A+ ആണ്. ജെയിക്കോ നീറ്റിനോ അല്ല, ഒരു സ്കൂളിലെ ബോർഡ് എക്സാമിന്. പക്ഷേ ജെയിക്ക് ഒരു 90 91 കിട്ടിയ ആൾ നമ്മൾ ചിലപ്പോൾ ഒരു 3000 റാങ്കിൻ്റെ 4000 റാങ്കിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? കുട്ടി ഇത്രയും കാലം അത്രത്തോളം കോമ്പറ്റേറ്റീവായി പഠിച്ചിട്ടില്ല. നമ്മൾ തന്നെയാണ് പലതിലും അതിലെന്താ കാരണക്കാരൻ. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അനുസരിച്ചല്ലേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് നമ്മൾ ഒഴിവാക്കുക. 2 നെഗറ്റീവ് കമൻസ് വരും. ആരുടെ അടുത്തുനിന്ന്? ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻറ്റ് ഫാമിലിയുടെ അടുത്തുനിന്ന്, നെയ്ബേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ. ഇതൊക്കെ ഇനി വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ കുറേ പൈസ
കുറേ കളയാനുള്ള ഒരുപാട് പരിപാടികളല്ലേ, ഇതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ, അവൻ അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ തുടങ്ങി ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് നമ്മുടെ കുട്ടികൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓക്കെ, അവർ ഒരൊറ്റ രണ്ടാളുകളിൽ നിന്ന് മാത്രമാണ് അവർ ആ നെഗറ്റീവ് കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ബാക്കിയുള്ളവർ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ എതിരിടാനും അത് തലയിൽ കയറ്റാനൊക്കെ അവർ റെഡിയാണ്. ഓക്കെ, അതവർക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ രണ്ടാളുകളുടെയും നെഗറ്റീവ് കമൻറ്റ്സ് ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക, അവൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവനൊരു ബോധം വരട്ടെ എന്നുള്ള നിലക്കായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷേ അത് ദാറ്റ് വിൽ എന്താ പറയുക, ക്രഷ് ദെയർ വേൾഡ്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് വരിക എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ബി അവെയർ പാരൻസ്. കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന പാരൻസ് ആയിരിക്കണം. ജെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്താണ് ഈ ജെ പരീക്ഷ എന്നുള്ളതും അതിൻ്റെ ഒരു ടഫ്നെസ് ലെവലും ഒക്കെ നമുക്കറിയണം. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്താണ് ഈ പരീക്ഷ എന്നുള്ളതും അതിന് എന്തൊക്കെ സബ്ജക്റ്റാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, എനിക്ക് ഇതിൽ ലോവർ ക്ലാസ്സസിലുള്ള കുട്ടികളുടെ പാരൻസ് കേൾക്കുന്നതിന് പറഞ്ഞിട്ട് ഇപ്പോഴേ നിങ്ങൾ അറിഞ്ഞു വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റൈറ്റ് ഡിസിഷൻസ് ഇപ്പോഴേ എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ജെ പോലത്തെ എക്സാമിൻ്റെ കോമ്പറ്റീറ്റീവ്സിനെ കുറിച്ച് നമ്മൾ നിരന്തരം നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അത്തരം ഒരു ആപ്റ്റിറ്റ്യൂഡാണ് നമ്മുടെ കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റും അല്ലേ. UPSC എക്സാമിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് ഇപ്പോഴേ കൊടുക്കാൻ പറ്റും അല്ലേ. നീറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇതാണോ റൈറ്റ് കരിയർ ചോയ്സ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ബി അവെയർ പാരൻസ്. എനിക്ക് പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല പാരൻസും കുട്ടികളും പല പാരൻസും എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണ്, എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞു, +2 സയൻസ് കഴിഞ്ഞു, അവന് ഏത് കോഴ്സിനാണ് പോവേണ്ടത്, ഞാനാണോ പറയേണ്ടത് അവൻ ഏത് കോഴ്സിനാണ് പോകേണ്ടത്. 17-18 വർഷം നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ കുട്ടികളുടെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആരാണ് പിന്നെ അതിന് ഉത്തരവാദി അല്ലേ? വേറൊരു കരിയർ കൗൺസിലറാണോ പറയേണ്ടത്, അല്ലെങ്കിൽ എന്നെ പോലത്തെ യൂട്യൂബേഴ്സ് ആണോ പറയേണ്ടത്? അല്ലല്ലോ, നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികളുടെ സ്കിൽ സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പത്രത്തിൽ വരുന്ന ആഴ്ചയിൽ 2-3 ദിവസം വരുന്നൊരു എഡ്യൂക്കേഷൻ പേജ് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതേപോലത്തെ യൂട്യൂബ് ചാനലുകൾ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൽ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത് നമ്മൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ്, അതിനെ നമ്മൾ നേരിടേണ്ടതുണ്ട്. നാലാമത്തത്, സ്റ്റേ ഇൻഫോംഡ്. കുട്ടിയുടെ ഓരോ അപ്ഡേറ്റിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അവൻ എത്ര മാർക്ക് കിട്ടുന്നു, അവൻ ഓക്കെ ആണോ, അവൻ മുകളിലോട്ടാണോ, അവൻ താഴോട്ടാണോ. ബട്ട് ഡോണ്ട് മൈക്രോ മാനേജ്. ഓരോന്നും മൈക്രോ മാനേജ് ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. അതിന് വേറെ ആളുകളുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെൻറ്റേഴ്സിലും മറ്റൊക്കെ കുട്ടിയെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ കാരണം പലപ്പോഴും ഇതിലെല്ലാവർക്കും അറിവുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെല്ലാവരെയും നിങ്ങൾക്ക് മെൻറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർക്കേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ, കണ്ടന്റ് ഒരുപാട് അവൈലബിൾ അല്ലേ അല്ലേ. അങ്ങനെയുള്ള പാരൻസ് ഉണ്ടാവും, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ മാത്സിൽ മാർക്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ലേ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ കാരണം നമുക്ക് ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നീ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നീ ഈ സമയം പഠിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞാൽ ദാറ്റ്സ് എ റോങ് തിങ്. ഓക്കെ, ആ മൈക്രോ മാനേജ്മെൻറ്റിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മൾ സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ സെൻറ്റേഴ്സിൽ നമുക്ക് സംസാരിക്കാം, എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് അവനോട് നമുക്ക് തുറന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മളത് ഫിക്സ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, ദർ ആർ കിഡ്സ് ഹു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദെയർ കരിയേഴ്സ്. ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പാരൻസ് പല ആൾക്കാരും നിനക്ക് പറ്റിയ ഡോക്ടറാവുക എന്നുള്ളതാണ്, നീ ഡോക്ടറായേ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ നിനക്ക് പറ്റിയ IIT, അപ്പുറത്തെ വീട്ടിലാൾ IIT പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു കസിന് NIT അഡ്മിഷൻ കിട്ടിയോ, നിനക്കും സാധിക്കും എന്ന് പറയുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് മാത്രമാണ് നിൻ്റെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആരുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദർ ആർ കിഡ്സ് ഹു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദെയർ കരിയേഴ്സ്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരോട് ഓപ്പൺ ആയിട്ട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തെല്ലാമാണ് എന്ന് ഡിസ്കസ് ചെയ്യാനെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ നീ ഡോക്ടർ ആവണം, നീ എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നിടത്ത് യാതൊരു അർത്ഥമില്ല. അത്തരം കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അത് നമ്മുടെ ഒരു ഫാമിലിയുടെ പല ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡിസിഷൻക്ക് കൊണ്ടുവരിക. നമ്മുടെ ഫാമിലിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അല്ലേ, ഒരാളെ ഡോക്ടറാക്കുക, ഒരാളെ എഞ്ചിനീയർ ആക്കുക എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ അതിനോട് ചിലപ്പോൾ കുറേ കാശ് കിട്ടുമെന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതൊന്നുമില്ല, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആവണ്ടേ എന്നുള്ള ചിന്തയായിരിക്കാം. എനിക്കാവാൻ പറ്റാത്തത് നിനക്കാവണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ചിന്തയാവാം. ദാറ്റ്സ് ഓൾ ആർ റോങ് നോഷൻസ്. അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ആറാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത്
നമ്മൾ നമ്മുടെ കുട്ടീനെ പലപ്പോഴും അസസ് ചെയ്യുകയോ അവർക്ക് അഡ്വൈസ് നൽകുകയോ ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ, അല്ലേ? എൻ്റെ അടുത്ത് ഒരുപാട് ക്വറീസ് വരാറ്. കഴിഞ്ഞ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു, കാണാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റാരേക്കാളും ചിലപ്പോൾ പുറത്തു നിൽക്കുന്ന എൻ്റെ അഡ്വൈസിനേക്കാളും എൻ്റെ അഡ്വൈസ് എന്താണ്, എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10,000 ആളുകൾക്ക് അല്ലെങ്കിൽ 20,000 ആളുകൾക്കുള്ളതാണ്. ശരിയല്ലേ? അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ്. ഞാനൊരു കുട്ടിയെ പിൻ പോയിൻ്റ് ചെയ്തല്ല സംസാരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ കുട്ടിയെ പിൻ പോയിൻ്റ് ചെയ്താൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് മറ്റാരേക്കാളും നിങ്ങൾക്കറിയാം. അവനത് സാധിക്കോ, അവനതിനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടോ, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എത്രത്തോളം അത് വയബിളാണ്, അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് സാധിക്കോ ഇല്ലേ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കോൺവെർസേഷൻ നടത്താനും ബാക്കി ആരെക്കാളും യോഗ്യർ, അത് എന്നെക്കാളും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോച്ചിങ് സെൻറ്റേഴ്സിനേക്കാളും അവിടുത്തെ അധ്യാപകരെക്കാളൊക്കെ യോഗ്യരാരാണ്? നിങ്ങൾ തന്നെയാണ് ഫസ്റ്റ് യോഗ്യർ. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻ ആൻഡ് ഔട്ട് അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു കോച്ചിങ് സെൻറ്റർ നടത്താമെന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ എന്താ പറയുക, ആ കിട്ടും, നമുക്ക് നോക്കാം, നമുക്കൊരു പൊട്ടൻഷ്യൽ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യേണ്ട, നമുക്കൊരിക്കലും നഷ്ടപ്പെട്ട് പോകണ്ടെന്ന് വിചാരിക്കും. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് കുട്ടികളെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ കുട്ടിക്ക് അതാണോ റൈറ്റ് ഡിസിഷൻ അല്ലേ എന്നുള്ളത് കുറച്ചുകൂടി നന്നായി അറിയാൻ ആർക്കായിരിക്കും, അത് പാരൻസിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനിതിരുന്ന് അഭിപ്രായം പറയേണ്ട ആളല്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഭിപ്രായം പറയേണ്ടാത്ത വിഷയങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കീ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, ഏഴാമത്തത്, നമ്മുടെ ആളുകളുടെ ഇടയിൽ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടാവും. ഒന്ന്, ഇപ്പോൾ എഞ്ചിനീയറിംഗോ മെഡിസിനോ എന്തിനാ വെച്ചാൽ പോട്ടാതെ നന്നായി പഠിച്ച് വരട്ടെ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാവും. രണ്ടാമതൊരു വിഭാഗം എന്താണ്, മണി മാറ്റേഴ്സ്. ആ മണി മാറ്റേഴ്സ് എന്നുള്ള ഞാൻ ഒരിക്കലും റോങ് സെൻസിൽ പറയുന്നതല്ല. അതായത് അത്യാവശ്യം പണം ഉണ്ടാക്കാവുന്നൊരു ജോബിലെത്തണം. ചിലപ്പോൾ അതിന് അവരുടെ ഫാമിലി പ്രോബ്ലംസ് അവർക്ക് അത്ര ഡിസിഷൻ എടുക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് നീ എന്ത് വേണം, നീ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാവുന്നൊരു ജോബിലോട്ട് പോകണം. അതുകൊണ്ട് നീ എന്തിലോട്ട് പോകണം, MBBSലോട്ട് പോകണം. MBBS ആകുമ്പോൾ ഒരു 5 ഇയർ കഴിഞ്ഞാൽ തന്നെ നിനക്കൊരു എംപ്ലോയബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബിടെക് എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് വല്ലാതെ അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം, അപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുക്കണം, കാരണം അതിലാണ് എപ്പോഴും ജോലി സാധ്യത ഉള്ളത്. പക്ഷേ ചിലപ്പോൾ പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമൊന്നുമില്ല, അത്തരം മെൻറ്റാലിറ്റിക്ക് വലിയ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് ഒക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ പലപ്പോഴും എന്തുണ്ടാവും, കുട്ടിക്ക് ചിലപ്പോൾ പഠിച്ചിങ്ങനെ വരുമ്പോഴായിരിക്കും തോന്നുക എനിക്കൊന്നും കൂടി ഇൻഡെപ്ത് സയൻസ് പഠിക്കണം. ഞാൻ JEE ക്വാളിഫൈ ചെയ്താലും ഞാനൊരു MS സയൻസ് കോഴ്സിനാണ് ഞാൻ പോവുക, അല്ലെങ്കിൽ എനിക്ക് IASയിലാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബിടെക്കിൽ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസാണ് പറയുന്നത്, പക്ഷേ ഞാൻ എന്താണ്, എനിക്ക് കുറച്ചും കൂടി ഇംഗ്ലൈൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാനാണ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാനാണ്, അതിനോടാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരും, അല്ലേ? അല്ലെങ്കിൽ ഇത്ര നല്ല റാങ്ക് കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്ര നല്ലത് കിട്ടിയിട്ട് നീ എന്തിനാ അതൊക്കെ എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് വരാവുന്ന ഒരു മിസ്റ്റേക്സിൽ ഒന്നാണ്. ഞാൻ പറഞ്ഞാൽ മെൻറ്റാലിറ്റിക്കുള്ള കുഴപ്പം എന്നുള്ളതിലപ്പുറം ആ മെൻറ്റാലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മേ ബി ഒരു ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിലാണ് വരിക, പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. ഓക്കെ, എട്ടാമത്തത്, മാനേജ് എക്സ്പെക്റ്റേഷൻസ്, ഡോണ്ട് കമ്പയർ. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസ് എ സ്റ്റുഡൻറ്റ്, നിങ്ങൾ 11th 12th റിപ്പീറ്റ് ചെയ്യുന്നൊരു കുട്ടി എന്നുള്ളത് അവൻ അപ്പം മുതൽ പഠിക്കാൻ പോകുന്ന ഒരാളല്ല. ഓക്കെ, അവൻ കുറേ കാലങ്ങളായി അവൻ പഠിച്ചു വന്നതിൻ്റെ ആകത്തുകയാണ്. അവിടെ നിന്നാണ് അവൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പുറത്തുള്ള ഒരാളും വേറെ രീതിയിലൂടെ പഠിച്ചു വന്ന ആളാണ്. അയാൾക്ക് ചിലപ്പോൾ കൂടുതൽ സാഹചര്യങ്ങൾ ലൈഫിൽ അവരുടെ പാരൻസിന് നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ അവരുടെ പാരൻസ് ചിലപ്പോൾ ബെറ്റർ സൗകര്യങ്ങൾ പല കാരണങ്ങളാൽ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടാവാം. അവൻ ബെറ്റർ സ്കൂളിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവാം. അവരുമായിട്ട് അവർ രണ്ടാളും ഒരേ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നു എന്നുള്ളത് കമ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമായിട്ട് വരികയും ചെയ്യരുത്. ഓക്കെ, രണ്ടാമത്തത് അത്ര ഒരു കമ്പാരിസണിൽ അർത്ഥമില്ല, അത് കുട്ടികളെ മെൻ്റലി ഡൗൺ ആക്കിയുള്ളൂ. രണ്ടാമത്, മാനേജ് എക്സ്പെക്റ്റേഷൻ. നമ്മുടെ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടി ഏറ്റവും നന്നായി അറിയാൻ ആർക്കാണ്, അത് നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനിൽ നമുക്ക് എന്തായിരിക്കണം, നമുക്ക് കൃത്യമായൊരു ധാരണ വേണം. അവനൊരു ഇത്രയും കാലം അധികമൊന്നും പെർഫോം ചെയ്യാതിരുന്നൊരു കുട്ടി നാളെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് ചേർത്തു എന്ന് വിചാരിച്ച് അവൻ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, തീർച്ചയായിട്ടും അവന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം, നമ്മൾ നോക്കണം, എന്താ പ്രശ്നം നോക്കണം. പക്ഷേ അവനെന്തോ ഞാൻ ആ പണം കൊടുക്കുന്നതുകൊണ്ട് അവൻ എന്തോ സംഭവിക്കും എന്നുള്ളത് എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിൽ പോലും, ഇപ്പോൾ അവനൊരു ക്ലാസ്സിൽ 3rd റാങ്ക് എത്തി, അല്ലെങ്കിൽ 2nd റാങ്ക് എത്തി, ഈവൻ 1st റാങ്ക് എത്തി, ആ അച്ചീവ്മെൻറ്റ്സ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോംഡ് ആയിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാവുന്ന ഒരു എൻകറേജ്മെൻറ്റാണ്. ചെറിയൊരു സമ്മാനം വേണമെങ്കിൽ കൊടുക്കാം, ചെറിയൊരു മുട്ടായി മേടിച്ചു കൊടുക്കാം, ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം, ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ലേൺ ഫ്രം സെറ്റ് ബാക്സ്. എന്നാൽ ഇന്നലെ 1ാം റാങ്ക് എത്തിയൊരു കുട്ടി നാളെ 40ാം റാങ്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കരുത്, അവന് ഉഴപ്പിയത് കൊണ്ടാണെന്ന് മാത്രം വിചാരിക്കരുത്. ദർ ബി സർട്ടൻ അതർ ഫാക്ടേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെഇ വളരെ ലോ സ്കോറിംഗ് ആയിട്ടുള്ളൊരു എക്സാമാണ്. ആ ലോ സ്കോറിംഗ് എക്സാമിന് ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ അടിപൊളിയായിട്ട് വരുന്ന ഒരു കുട്ടി നാളെ ഒരു സബ്ജക്റ്റിൽ താഴെ വന്നേക്കാം. ആ താഴെ വന്നതിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ഇപ്പോൾ ബയോളജി ചില സെഗ്മെൻറ്റിൽ വീക്കറായിട്ടുള്ള ആളുകളുണ്ടാവും. അതിന് കാരണം ചിലപ്പോൾ അവർ +1 +2 പഠിച്ചു തന്നെ മോശമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ബേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ബേസ് ഇല്ലാത്തതുകൊണ്ട് ഫിസിക്സിൽ മിസ്റ്റേക്സ് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. അതിനൊരു ഫുൾ സപ്പോർട്ട് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് 9ാമതായിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് വൺ, ഐ ആം ദെയർ ഫോർ യു വാട്ട് എവർ ഹാപ്പൻസ്. ഈ ഒരു ധൈര്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, എന്ത് സംഭവിച്ചാലും, പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയാലും 100ാം റാങ്ക് വാങ്ങിയാലും റാങ്ക് ലിസ്റ്റിൽ വന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ നമ്മളൊരു ധൈര്യം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ എ വെരി പോസിറ്റീവ് സെൻസ്. ഓക്കെ, ഇത് എന്താണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒന്നുമില്ലെങ്കിൽ കാശ് കൊടുത്ത് നമുക്ക് സീറ്റ് വാങ്ങാം എന്നുള്ള അങ്ങനത്തെ ഒരു ടോണിലേ അല്ല ഞാൻ പറയുന്നത്. നീ പഠിക്കും, നീ നന്നായി പഠിക്കണം. ആ പഠിക്കുമ്പോൾ നിനക്കുണ്ടാവുന്ന ഏത് ബുദ്ധിമുട്ടിലും അതിൻ്റെ എന്ത് ഔട്ട്കായാലും നിൻ്റെ കൂടെ നമ്മളുണ്ടാവും എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കോട്ടയിൽ സംഭവിക്കുന്നത് ഇവിടെയും സംഭവിക്കും അല്ലേ. കുട്ടികൾ ചിലപ്പം ജീവനൊടുക്കാൻ പോലും മടിക്കൂല. ഇത് ഒരു കെട്ടുകഥയല്ല. ഞാൻ എന്താ പറയുക, പല ആളുകളിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ സിസ്റ്റർ അടക്കം ഡോക്ടറാണ്, ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾ, അവൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, കോഴിക്കോട് നിന്ന് ഇത്തരം കേസുകൾ വരുന്നുണ്ട്. എന്താണ്, പാരൻസിന് കുട്ടികളെക്കുറിച്ച് സ്കൈ ഹൈ പ്രതീക്ഷകളായിരിക്കും. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കുട്ടികൾക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന, എനിക്ക് വേണ്ടി എത്രയോ കാശ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുടക്കുന്ന, ഞാൻ പഠിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ എന്തെല്ലാമോ മാറ്റിവെച്ച ആ പാരൻസിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ച് റാറ്റ് പോയിസൺ അടിക്കുന്ന, അല്ലെങ്കിൽ തൂങ്ങിച്ചാവാൻ നിൽക്കുന്ന കുട്ടികളുണ്ട്. ദിസ് ഈസ് ദ റിയാലിറ്റി. ഓക്കെ, എന്ത് സംഭവിച്ചാലും, നീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ജെഇ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നല്ല റാങ്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നല്ല മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചിന്ത, ഇതൊരു ദൂരെ നമ്മളെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭൂരിഭാഗം കുട്ടികളങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇത് ചിലപ്പോൾ കേൾക്കുന്ന 1% അല്ലെങ്കിൽ ഒരു 0.001% ആളുകൾ അങ്ങനെ ചെയ്യാവുന്ന ഒരാൾക്കാരെ ഈ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം എന്ത് സംഭവിച്ചാലും ഇറ്റ്സ് കൂൾ, വിൽ ബി ദർ. നമ്മൾ ആലോചിച്ച്, നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യാമെന്നുള്ളത്. പരീക്ഷ തോറ്റാൽ എന്താ, അതിനർത്ഥം നമ്മളതിന് ഫിറ്റ് അല്ല എന്നാണ്. അതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളതിന് പോകേണ്ട ആളല്ല, നമുക്ക് വേറെന്തോ ആണ് നമുക്ക് പോകാൻ വേണ്ടി ദൈവം കണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിലോ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പോൾ നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യു. നിങ്ങൾ ആസ് എ മോളെ, നിന്നെക്കാളും ഇമ്പോർട്ടൻ്റ് അല്ല നീ വാങ്ങാൻ പോകുന്ന ഡിഗ്രിയോ, നീ അച്ചീവ് ചെയ്യാൻ പോകുന്ന റാങ്കോ, നീ എഴുതുന്ന പരീക്ഷയോ എന്നുള്ള ബോധം കൃത്യമായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ പോസിറ്റീവായി കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഞങ്ങളൊക്കെ എക്സ് ആൻഡ് വൈ ലേണിങ്ങിലൂടെ ശ്രമിക്കുന്നത് വെച്ചാൽ നേരത്തെ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികളെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ വെച്ച് തുടങ്ങുക വലിയ ഗോളിലോട്ട്. ഇവിടുന്ന് നമ്മൾ മേലോട്ട് ചാടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടുന്ന് നമുക്ക് മേലെ ചെറിയ സ്റ്റെപ്പുകൾ ഇപ്പോഴേ വെച്ച് തുടങ്ങിയാൽ നമുക്ക് മേലെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ സയൻസിലും മാത്സിലും ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ജോയിനിങ് എക്സ് ആൻഡ് വൈ ലേണിംഗ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ ഞാനടക്കം, അതേപോലെ IIT NIT ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഞാൻ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കുട്ടികൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യിക്കാം. അതേപോലെ 10th കഴിഞ്ഞ് 11th പോകുമ്പോൾ നമ്മുടെ ജെഇ പ്രോഗ്രാം ഉണ്ട്, അതിനും ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.